കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ശരീരസ്രവങ്ങളിലൂടെ പകർന്ന് കരളിനെ ഗുരുതരമായി ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ ക്ഷാമം പരിഹരിക്കാനുള്ള അടിയന്തര നടപടി കേരള സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വാക്സിൻ ക്ഷാമം അതിരൂക്ഷമാണ്. നവജാത ശിശുക്കൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രധാനമാണ്. ആരോഗ്യ പ്രവർത്തകർ, MBBS, നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കും നിർബന്ധമായി ഈ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടതുണ്ട്. ചില വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കുമായി പോകുന്നവർക്കും വാക്സിൻ അനിവാര്യമാണ്. വില വർദ്ധിപ്പിക്കുന്നതിനായി മരുന്ന് കമ്പനികൾ നടത്തുന്ന കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കലാണോ ഇതിന്റെ പിന്നിലുള്ളത് എന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യവും അസോസിയേഷൻ മുന്നോട്ട് വെച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പറ്റിയ കാര്യമാണ്. നമുക്ക് അക്രമം ആയി വരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അത് കഴിയില്ല. അല്ലെങ്കിൽ മറ്റേ കോളേജ് കുട്ടിയോട് ചെയ്യും പോലെ അടിയുണ്ടാക്കാനും കച്ചറുണ്ടാക്കാനും നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മളുടേതായ മാന്യതയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമരരീതി, അങ്ങനെയാണ് സംഘടന ആ സമരരീതി നമ്മൾ അവലംബിച്ചത്. ആ സമരരീതി കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തില്ലേ. നമ്മുടെ ജാസ്മിയോടെ പാത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫോട്ടോകൾ കണ്ടില്ല. ദേശീയ മാധ്യമങ്ങളിൽ അടക്കം എത്തിയല്ലോ. അത് എല്ലാ രീതിയിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു സമരമായി മാറി. നമ്മൾ വെറുതെ അല്ലാതെ നമ്മളുടെ ലാസ്റ്റ് അതാണ്. എന്നിട്ടും നടക്കുന്നില്ല. ഇനിയും പ്രയാസം വരികയെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്താക്കി, സംസ്ഥാന കമ്മിറ്റി കൂടി ഇനി കോടതി കേസ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുന്നത്. പാർലമെന്റ് ഇലക്ഷൻ ഇനി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു. അവസാനം ഈ കഴിഞ്ഞ മാസത്തോടെ നമ്മൾ വീണ്ടും ഈ മിനിമം വരുന്ന പ്രഖ്യാപിക്കപ്പെട്ടു. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ C. വിനോദ് കുമാർ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T. സജിത് കുമാർ, നഗരസഭാ കൌൺസിലർ T. K. സുമയ്യ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണവർമ്മരാജ, P. പ്രിയംവദ, P. ഭാസ്കരൻ, K. രാധാകൃഷ്ണൻ, V. ഷീന, M. വിനോദ്, E. വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയൻ കോറോത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി H. ഹരിഹരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ SSLC, പ്ലസ് 2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മേളന വേദിയിൽ അനുമോദനം നൽകി. ജീവനരക്ഷാ മരുന്നുകളുടെ നികുതികൾ പിൻവലിക്കുക, സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകൾക്ക് പ്രത്യേകമായി പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. അസോസിയേഷന്റെ പുതിയ ജില്ലാ ഭാരവാഹികളായി H. ഹരിഹരനെ പ്രസിഡന്റായും V. C. കൃഷ്ണവർമ്മരാജയെ സെക്രട്ടറിയായും P. പ്രിയംവദയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.